ഇപ്പോൾ നമ്മോടൊപ്പം CPIM മുതിർന്ന നേതാവ് ശ്രീ CK ശശീന്ദ്രൻ കൂടി എത്തുകയാണ്. ശ്രീ CK ശശീന്ദ്രൻ, ഈ ബത്തേരിയും മറ്റ് സഹകരണ മേഖലകളും ഒക്കെയായി ബന്ധപ്പെടുത്തി ബാങ്ക് നിയമന കോഴയിൽ കോൺഗ്രസ് കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ്. IC ബാലകൃഷ്ണൻ MLA കൂടുതൽ റോള് വെളിവാകുന്ന കാര്യങ്ങളാണ് ഇന്നും കൈരളി ന്യൂസ് പുറത്തുവിട്ടുന്നത്, അതും ശബ്ദ സംഭാഷണം അടക്കം. ഓരോ ദിവസം കഴിയുന്തോറും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. നേരത്തെ ഇതൊക്കെ മൂടി വെച്ചതായിരുന്നു. ഈ കാര്യങ്ങളാകെ വെളിച്ചത്ത് വന്നപ്പോൾ അതിന് ഇരയായ കുറെ ആൾക്കാർ അവരവരുടെ അനുഭവങ്ങൾ പറയുകയാണ്. അതാണ് MLA സ്റ്റാഫ് തന്നെ പൈസ MLA ഓഫീസ് തന്നെ ഇതിനു വേണ്ടി ഉപയോഗിച്ചു എന്നതിന്റെ അർത്ഥം. നേരത്തെ ഇടനിലക്കാരനായിട്ട് NM ഉപയോഗിച്ചിരുന്നെങ്കിൽ MLA സ്റ്റാഫ് തന്നെ പൈസ മേടിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നത് അതൊന്നും വെറുതെ പറയുന്നതല്ലല്ലോ. അതൊക്കെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തര് ഇതൊരു കോൺഗ്രസ്സുകാരെന്ന നിലക്കും ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് വരണ്ടായിരിക്കും, എല്ലാവരും മാറി മാറി നിൽക്കുകയായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും അവരുടെ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ ആളുകൾക്കിടയിൽ ആശങ്ക കുഴപ്പമൊക്കെ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ കത്ത് തന്നെ വ്യാജമാണെന്ന് നേരത്തെ മുതലേ പറഞ്ഞിരുന്നു. ഇപ്പൊ വ്യാജമാണെന്ന് പറയുന്നില്ല, കത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം തുടങ്ങിയൊക്കെ പുതിയ വാദഗതികൾ ഉന്നയിക്കുകയാണ്. അതാ അവരുടെ കൂടെ മരിക്കുന്നവരെ അവരുടെ കൂടെ നിന്നിട്ടുള്ള വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസ് വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകനെ പോലും അപമാനിക്കുന്നതാണ്, ആ കുടുംബത്തെ അപമാനിക്കുന്നതാണ്. എന്തോ ആവട്ടെ, അതൊക്കെ നിയമപരമായ കാര്യങ്ങൾ. നമുക്കെന്ത് പരിശോധിക്കും, നമുക്കെന്ത് കുഴപ്പമൊന്നു, അത് വേറെ കാര്യം. ആളുകളുടെ ഇടയിൽ ഒരു പുകമറ സൃഷ്ടിച്ച് ഇതെല്ലാം കള്ളത്തരമാണെന്ന് പറയാൻ ഉള്ള ഒരു ശ്രമം ഒരു ശ്രമമാണ് വീണ്ടും വീണ്ടും ഒരു പാഴ്വേലിയാണ്. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം. കാരണം ഇന്നിപ്പോൾ T സിദ്ദീഖ് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ അത്തരത്തിലാണ് വിശദീകരിക്കുന്നത്. ഇത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമൊക്കെ ആക്കിയാണ് വിശദീകരിക്കാനായി ശ്രമിക്കുന്നത്. എന്താണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാറിലാണ് വയനാട്ടിലെത്തിയത്. കാറല്ലാതെ ട്രെയിൻ സർവീസ് വയനാട്ടിലേക്കില്ലല്ലോ. അത് മാത്രമല്ല, അതെ അതെ, പിന്നെ അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത CPIM ഇടതുപക്ഷ സംഘടനകൾ അടക്കം, അതായത് CPIM അടക്കം DYFI യുവജന സംഘടന അടക്കമുള്ളവർ രംഗത്തേക്ക് വരികയാണ്, വലിയ പ്രക്ഷോഭങ്ങൾ. കാരണം ഇത് യുവാക്കളെ കൂടി ഹനിക്കുന്നതാണല്ലോ ഇത്തരത്തിൽ നിയമന കോഴ. അങ്ങനെ ഒരു വലിയ സമര പദ്ധതിയിലേക്ക് ഇടത് ശക്തികൾ നീങ്ങുകയാണ്. തീർച്ചയായിട്ടും നാളെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ഗോവിന്ദ മാസ്റ്റർ വയനാട്ടിൽ വരുന്നുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള രാജിവെച്ചൊഴിയണം, അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സദസ്സിൽ മാഷ് പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 16-ാം തീയതി DYFIയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരായ ആൾക്കാരെയാണല്ലോ വഞ്ചിച്ചിരിക്കുന്നത്. തൊഴിലന്വേഷണം നടത്തുന്ന ചെറുപ്പക്കാരായ ആൾക്കാരെയാണ് വഞ്ചിച്ചുള്ളതുകൊണ്ട് DYFI അത് ഏറ്റെടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. 28-ാം തീയതി ബത്തേരിയിൽ മനുഷ്യ സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രചരണ ജാഥകൾ നടക്കുന്നുണ്ട്. ഈ രീതിയിൽ വലിയ ക്യാമ്പയിനുകളായിട്ട് ഉണ്ട്. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നത്തിലല്ല ഞങ്ങൾ ഇടപെടുന്നത്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറ്റണോ വേണ്ടതൊക്കെ അവർ തീരുമാനിക്കുന്നത്. അതിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. അതൊക്കെ അവർ മാറ്റിയോ മാറ്റാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. പക്ഷെ ഒരു സാമാന്യ മര്യാദയുണ്ട്. ഇത്തരം വിഷയങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പൊതുപ്രവർത്തനവും പാർട്ടികളും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ ജനങ്ങൾ ചിന്തിക്കുന്ന കൂട്ടത്തിൽ CPIM ചിന്തിക്കാൻ അവകാശമുണ്ട്. നടപടിയൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. വേണോ വേണ്ടിയോ ഇനി അവർ കൂടുതൽ സ്ഥാനക്കയറ്റം കുത്തിയാൾക്ക് അവർ ചെയ്തോട്ടെ. അതൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന കാര്യം ഉണ്ടായില്ല. പക്ഷെ നാട് ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം. സിദ്ദിഖ് MLA വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് കോൺഗ്രസിന്റെ. കേവലം MLA മാത്രമല്ല, കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. ഇത്തരം ആൾക്കാരെയൊക്കെ സംരക്ഷിക്കാനാണ് പോകുന്നതെങ്കിൽ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പിന്നെ ആളുകൾക്ക് മനസ്സിലാവും. കോൺഗ്രസിന് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കാൻ വേണ്ടി കഴിയുക തീർച്ചയായും വളരെ നന്ദി. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ CK ശശീന്ദ്രൻ, CPIM മുതിർന്ന നേതാവ്.